കണ്ണൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ തുണികൾ മടക്കി ബാഗിലാക്കുന്ന തിരക്കിലായിരുന്നു. അമ്മയ്ക്ക് പുതിയ വീട്ടിലേക്ക് മാറാൻ തിരക്കായി തോന്നുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ ചെറുക്കാ, നീ പോവാൻ നേരം കിടന്ന് വെപ്രാളപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഇപ്പൊ തന്നെ ഇതൊക്കെ മടക്കി വെക്കുന്നു എന്ന് പറഞ്ഞവർ മകന്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ഞാൻ അപ്പൂൻ്റെ ഒപ്പം താമസിക്കണോണ്ട് നിനക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ലല്ലോ കണ്ണാ? അവര് ചോദ്യം കേട്ട ആൾ പുഞ്ചിരിച്ചു. ആ പോവണ്ടെന്ന് പറഞ്ഞ് തടുത്തിരുത്താൻ പറ്റില്ലാലോ എനിക്ക്. അപ്പേണ്ണ അമ്മയുടെ മോനായി പോയില്ലേ. പിന്നെ അധികം വൈകാതെ ഞാൻ ഈ പഴയ വീടൊക്കെ മാറ്റി പുതിരെണ്ണം വെക്കും. അന്നേരം തിരിച്ചു വന്നേക്കണം, പറഞ്ഞില്ലാന്ന് വേണ്ട. കണ്ണൻ്റെ മറുപടി കേട്ട് സാവിത്രി അമ്മ തൻ്റെ തോളിലിരുന്ന് അയാളുടെ കൈയെടുത്ത് താഴേക്ക് ഇട്ടു. നിങ്ങളൊക്കെ കരുതുന്ന പോലെ എനിക്ക് പുതിയ വീട്ടിൽ താമസിക്കാനുള്ള കൊതിയുണ്ടോന്നല്ല ഞാൻ പോണത്. വീടിരുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. പിന്നെ ജയന്തിയും കുട്ടികളും ഒറ്റയ്ക്കാവില്ലേ? അവളാണെങ്കിൽ വലിയ പേടിക്കാരി. ഈ വീടിപ്പോൾ നീയുണ്ടല്ലോ, പിന്നെ അമ്മയ്ക്കൊന്ന് അവിടെ വന്ന് നിന്നാലെന്താന്ന് അവന് തോന്നലുണ്ടാവില്ലേ? അതുകൊണ്ട് മാത്രാ. അവർ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നു സാവിത്രി അമ്മേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അമ്മ ഏട്ടൻ്റെ കൂടെ നിന്നാലും എൻ്റെ കൂടെ നിന്നാലും ഒക്കെ ഒരേപോലെയല്ലേ. പിന്നെന്താ? അമ്മയ്ക്ക് ആരുടെ കൂടെ നിൽക്കണം തോന്നുന്നു അവരുടെ കൂടെ നിൽക്കാം. എല്ലാം അമ്മയുടെ ഇഷ്ടം. കണ്ണൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവർ വാത്സല്യത്തോടെ അയാളുടെ നെറുകയിൽ തഴുകി. അമ്മ വലിയ സന്തോഷത്തിലാ അല്ലേ കണ്ണേട്ടാ? ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചിടുന്നതിനിടയിൽ രാഖി പറഞ്ഞു. അയാളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഞാൻ കരുതിയത് അമ്മയ്ക്ക് ഇവിടുന്ന് മാറിക്കാൻ ഇഷ്ടമുണ്ടാവില്ല എന്നാ. ഇതിപ്പോൾ ഏട്ടനേക്കാളും ഇടത്തേക്കാളൊക്കെ ഉത്സാഹം അമ്മയ്ക്കാന്നാ തോന്നണേ. രാഗി പറഞ്ഞു കേട്ട് കണക്കെഴുത്തിലായിരുന്ന കണ്ണൻ പുസ്തകം താഴെ വെച്ച് എഴുന്നേറ്റു. എൻ്റെ രാഗി, പ്രായമായെന്ന് വെച്ച് മനുഷ്യൻ്റെ മനസ്സിനും ആഗ്രഹത്തിനൊന്നും മാറ്റം വരണമെന്നില്ല. അവർക്കും ഉണ്ട് നല്ല ചുറ്റുപാടിലൊക്കെ ജീവിക്കണം, നല്ല വീട്ടിൽ താമസിക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ. പക്ഷേ പലപ്പോഴും നമ്മൾ മക്കളത് അറിയുന്നില്ലെന്ന് മാത്രം. മക്കളൊക്കെ പുതിയ പുതിയ വീടുകളിലേക്ക് മാറുമ്പോൾ അവരൊക്കെ മാറി നിൽക്കണതേ പുതിയ വീട്ടിൽ ജീവിക്കാൻ മോഹമില്ലാത്തതുകൊണ്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല. മറിച്ച് മക്കളുടെ സ്വകാര്യതകൾക്കും സന്തോഷങ്ങൾക്കും തങ്ങൾ ഒരിക്കലും ഒരു തടസ്സാകരുതെന്ന് വിചാരിച്ച് മാത്രമാണ്. എന്നാലോ നമ്മളൊന്ന് സ്നേഹത്തോടെ നിർബന്ധിച്ചാൽ അവരൊരിക്കലും ആ ക്ഷണം നിരസിക്കുകയില്ല. പക്ഷേ മാറി താമസിക്കുന്ന മക്കളാരും അങ്ങനെ നിർബന്ധിക്കാറോ കൂടെ നിർത്താൻ ആഗ്രഹിക്കാറോ ഇല്ല എന്നാണ് സത്യം. ചോദിക്കുന്നവരോടൊക്കെ അവർക്ക് പറയാൻ ഓരോ കാരണവും ഉണ്ടാവും. അമ്മ ആ വീട് വിട്ടു പോരാൻ സമ്മതിക്കുന്നില്ല. അവർ ജീവിച്ച് തഴമ്പിച്ച് ആ വീട്ടിലല്ലേ, അതുകൊണ്ട് മാറി താമസിക്കുന്ന പ്രയാസാത്രേ. മക്കളങ്ങനെ പറയുമ്പോഴും എൻ്റെ കുട്ടീൻ്റെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപാട് അച്ഛനമ്മമാർ. അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ കണ്ണിൽ നനവ് പൊടിഞ്ഞ് രാഖിയുടെ മനസ്സിന് വേദന ജനിപ്പിച്ചു. ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അന്നേരം അവൾക്ക് തോന്നി. കണ്ണേട്ടാ, അവൾ വിളിച്ചു. എത്രയും വേഗം നമുക്ക് ഈ വീട് മാറ്റിപ്പണിയണം. ലോൺ എടുക്കാന്ന് വെച്ചാൽ പലിശ കേട്ടാൽ തന്നെ തലറിങ്ങും. കടയിലത്തെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന നമുക്കൊക്കെ ലോൺ അടച്ചു തീർക്കാൻ പറ്റുമെന്നാ പേടി. വലുതൊന്നും വേണ്ട, ചെറുത് മതി. 2 മുറിയുള്ളൊരു കൊച്ചു വീട്. ഒരു മുറി അമ്മയ്ക്കും മറ്റൊന്ന് നമുക്കും. തണുപ്പ് പറ്റാത്ത അമ്മയ്ക്ക് ചോർച്ചയെ പേടിക്കാതെ കിടത്താനുള്ളൊരു കുഞ്ഞു വീട് അല്ലേ രാഗി? അമ്മ പോകുന്നുള്ള വിഷമം ആ നെഞ്ചിൽ കടലോളമുണ്ടെന്ന് അയാളുടെ വാക്കുകൾ അവളെ ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് തറവാട് ഭാഗം വെച്ച് കിട്ടുന്ന മക്കൾക്കുള്ളതാ പ്രായമായ മാതാപിതാക്കളും പിന്നെ അവരെ നോക്കേണ്ട ചുമതല ആ മക്കൾക്ക് മാത്രമേ കാണൂ. ബാക്കിയുള്ളവരൊക്കെ വിരുന്നുകാരെ പോലെ വന്നാ വന്നു, അത്രയേ ഉള്ളൂ. അതാ അവസ്ഥ. അപ്പൊ പിന്നെ അമ്മ ഇവിടുന്ന് മാറി താമസിച്ചാ നീ അമ്മായിമ്മയോട് പോരെടുത്തിട്ടാ നാട്ടുകാർ പറഞ്ഞ് നടക്കും. ഏട്ടോടി വേണ്ടേ? കലങ്ങിയ കണ്ണുകളോട് അവളെ വട്ടം പിടിച്ചുകൊണ്ട് കണ്ണൻ ചിരിക്കാൻ ശ്രമിച്ചു. തൻ്റെ പ്രാണന്റെ പാതിയിൽ അമ്മയെന്ന സത്യത്വത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് അവൾ അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. എൻ്റെ അമ്മ ഇതെല്ലാം കൂടി ഇപ്പൊ തന്നെ കൊണ്ടുപോകണ്ട. അത്യാവശ്യമുള്ള മരുന്നും മറ്റും കയ്യിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം. സമയം പോണു. ഏട്ടൻ വിളി തുടങ്ങിയിട്ട് കുറച്ചായി. ഇറങ്ങാൻ നേരം കണ്ണൻ തിരക്ക് കൂട്ടി. വീടിരിപ്പിന്റെ പാല് കാച്ചിലും ചടങ്ങുകളുമെല്ലാം ഐശ്വര്യമായി തന്നെ നടന്നു. സദ്യയെല്ലാം കഴിഞ്ഞ് ക്ഷണിക്കപ്പെട്ടവരെല്ലാം പിരിഞ്ഞുപോയി. രാത്രിയിൽ അത്താഴം കഴിഞ്ഞാണ് കണ്ണൻ കുടുംബത്തോടൊപ്പം ഇറങ്ങിയത്. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ കണ്ണ? ഏട്ടൻ നിർബന്ധിച്ചെങ്കിലും കട തുറക്കാനുള്ള കൊണ്ട് ഇടയ്ക്കൊക്കെ വരാമെന്ന് പറഞ്ഞ അയാളത് നിരസിച്ചു. ആ എന്നാ പിന്നെ അമ്മയോട് നിൽക്കട്ടെ. എനിക്കിനി ഒരാഴ്ചയിലേ ലീവുള്ളൂ. അതുവരെ അമ്മയോട് ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ. അമ്മക്കും അത് വലിയ സന്തോഷമാവും. അല്ലേട്ടാ, അമ്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവർക്കിടയിലേക്ക് സാവിത്രി അമ്മ കടന്നു വന്നു. ഞാൻ ഇപ്പോഴാ ഓർത്ത് എൻ്റെ കാലിൽ തേക്കണ കുഴമ്പെടുക്കാൻ മറന്നു വന്നു. പതിവില്ലാതെ അങ്ങോട്ടും കൂടെ നടന്നതിൻ്റെ ആവും. കാലിന് വല്ലാത്ത വേദന. ഇന്നിനി അതില്ലാതെ പറ്റൂല്ല. അമ്മ പിന്നെ വരണ്ട മോനെ. ഇതിപ്പോൾ ദൂരത്തൊന്നും അല്ലല്ലോ, എനിക്ക് കാണാൻ തോന്നുമ്പോൾ വരാലോ. പോട്ടെ മക്കളെ. എല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ധൃതിയിൽ ഓട്ടോയിലേക്കായിരുന്ന അമ്മയെ കണ്ടതും കണ്ണൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അത്രമേൽ സന്തോഷത്തോടെ മകനോടൊപ്പം താമസിക്കാൻ വന്നിട്ട് വേദനയോടെ തിരിച്ചിറങ്ങേണ്ടി വന്ന അമ്മയുടെ മുഖം കാണുകെ ഒന്നും പറയാതെ അയാളും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വരുന്ന ആരും കാണാതിരിക്കാൻ പാടുപെടുന്ന അമ്മയെ സൈഡ് മിററിലൂടെ കണ്ടെങ്കിലും കാണാത്ത ഭാവം നടിക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. അച്ഛൻ പോയപ്പോഴും മക്കൾ പറയാതെ തന്നെ അവിടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്ത് ശീലിച്ചു പോയി. അതുകൊണ്ടാ അവനോട് പോലും ചോദിക്കാണ്ട് ഇറങ്ങി പുറപ്പെട്ടെ.
ഇതിപ്പോൾ എൻ്റെ ആവശ്യം പോയിട്ട് എന്നെ തന്നെ ആവശ്യമില്ലാത്ത കാലായിന്ന് ഞാനും മനസ്സിലാക്കിയില്ല. ഒക്കെ എൻ്റെ തെറ്റന്നെയാ. അമ്മയുടെ പദം പറച്ചിലിനും തേങ്ങലിനും ഒപ്പം രാഗിയുടെ കൈകൾ അവരെ അവളിലേക്ക് കൂടുതൽ അണച്ചുകൊണ്ടിരുന്നു. ഇന്നലെ കണ്ണേട്ടൻ പറഞ്ഞതത്രയും കലർപ്പില്ലാത്ത സത്യവാചകങ്ങളായിരുന്നു എന്ന് അവൾ ഓർത്തുകൊണ്ടിരിക്കെ കണ്ണൻ പറഞ്ഞു, നാളെ തന്നെ ബാങ്കിലൊന്ന് പോകണം, ലോണ് ശരിയാക്കണം. പലിശ പേടിച്ചിരുന്നാൽ വീട് വെക്കാൻ പറ്റുമോ ഇല്ലേ രാഗിയേ? അയാളുടെ ചിരിയിൽ അവളും പങ്കുചേർന്നു. അമ്മമാർക്ക് കൂടി വേണ്ടിയും മക്കളുടെ സ്വപ്നങ്ങൾ ചിറക് മുളക്കട്ടെ, പിന്നെ അവ ഉയരത്തിൽ പറക്കട്ടെ, അതിൽ അമ്മമാരുടെ പുഞ്ചിരി തെളിയട്ടെ.